നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സവാദിനെ സംരക്ഷിച്ച SDPIക്കാർ കൂട്ടത്തോടെ മുങ്ങുന്നു. പിന്നാലെ വലവിരിച്ച് NIAയും. കണ്ണൂരിന് മുകളിൽ വട്ടമിട്ട് പറന്ന് കേന്ദ്ര ഏജൻസി. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ ഒളിവിൽ കഴിയാൻ ഒന്നാം പ്രതി സവാദിനെ സഹായിച്ചത് SDPI നേതാക്കളും പ്രവർത്തകരുമാണെന്ന വിവരം പുറത്തുവന്നതോടെ പലരും കണ്ണൂർ ജില്ലയിൽ നിന്നും മുങ്ങി. സവാദിന്റെ ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇവരിലേക്ക് എത്തിയത്. ഇവർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടെയാണ് പ്രമുഖരിൽ പലരും മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രായ്ക്ക് രാമാനം മുങ്ങിയത്. മട്ടന്നൂർ, ഇരിട്ടി പ്രദേശങ്ങളിൽ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് ഇവരാണെന്ന് NIAയ്ക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. മട്ടന്നൂർ ബേരത്തെത്തുന്നതിന് മുൻപ് ഇയാൾ 2 വർഷം താമസിച്ചത് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടിലെ SDPI കേന്ദ്രമായ പൂഴിമുക്കിലാണ്. ഇവിടെ താമസിച്ചത് വേലക്കോത്തെ ആമിനയുടെ പേരിലുള്ള വീട്ടിലാണ്. ആമിനയുടെ മകനും SDPI പ്രവർത്തകനുമായ വ്യക്തിയാണ് വീട് നോക്കി നടത്തുന്നത്. ഇയാളുടെ അനുജനും SDPI പ്രവർത്തകനുമായ ഉനൈസ് CPM ബ്രാഞ്ച് സെക്രട്ടറി നാരോത്ത് ദിലീപൻ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച് വരികയാണ്. RSS പ്രവർത്തകനായ ശ്യാമപ്രസാദ് വധക്കേസിലെ പ്രതി ചെമ്പോത്ത് ഷഫീറിന്റെ ഉൾപ്പെടെ അറിവോടെയാണ് സവാദ് ഇവിടെ താമസിച്ചതെന്നും വിവരമുണ്ട്. ഷഫീറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലും സവാദ് സജീവമായി പങ്കെടുത്തിരുന്നു. അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സവാദിന്റെ ഭാര്യ ഖദീജ ഗർഭിണിയാണെന്നറിഞ്ഞ് കുത്തിവെപ്പുകൾക്ക് നിർദ്ദേശം നൽകാനെത്തിയ ആശാ വർക്കർക്ക് ഇവർ വിവരം നൽകാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട എന്നും കാസർഗോഡാണ് വീടെന്നും പറഞ്ഞാണ് ഒഴിഞ്ഞുമാറിയത്. ഇവർ പ്രസവിക്കുന്നതിന് മുൻപേ ബേരത്ത് മാറിയിരുന്നു. അവിടെയും സൗകര്യമൊരുക്കിയത് SDPI പ്രവർത്തകരാണ്. ജോലി നൽകിയ റിയാസും വാടക വീടൊഴുക്കിയ ജുനൈസും SDPI പ്രവർത്തകരാണ്. വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും സവാദ് താൻ കുടുങ്ങാതിരിക്കാനാണ്. ഇയാളുടെ ഭാര്യ വീട്ടുകാർക്കും SDPIയുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൈവെട്ട് കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും സവാദുമായുള്ള വിവാഹത്തിന് ഇവർ മുൻകൈയെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. മട്ടന്നൂർ നഗരസഭ ഭരിക്കുന്നത് CPM ആണെങ്കിലും ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുണ്ടെങ്കിലും SDPIക്ക് സ്വാധീനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. മട്ടന്നൂർ ടൗണിലും മറ്റിടങ്ങളിലും SDPIക്ക് സാന്നിധ്യവും സംഘടിത ശക്തിയുമുണ്ട്. സവാദിനെ പിടികൂടാൻ NIAയ്ക്ക് തുണയായത് ഇളയ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റാണ്. ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് അറിയപ്പെട്ടിരുന്നതെങ്കിലും 9 മാസം മുൻപ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നത്. ആധാർ കാർഡ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയിലും സവാദ് എന്നാണ് ചേർത്തിരുന്നത്. ഇവ വീട്ടിൽ നിന്ന് NIA സംഘം പിടിച്ചെടുത്തു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ വരുമാന മാർഗം മുടങ്ങിയ സവാദ് 7-8 മാസം മുൻപ് തൊഴിൽ തേടി കണ്ണൂരിലെത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരം കിട്ടിയിരുന്നു. മുൻപ് NIAയിൽ ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂരിൽ നിരീക്ഷണം ശക്തമാക്കി. ഏതാനും ദിവസം മുൻപ് ഒരാൾ വീടിനെക്കുറിച്ച് കൃത്യമായ വിവരം നൽകി. പക്ഷേ പേര് ഷാജഹാൻ ആണെന്നാണ് അന്വേഷണ സംഘത്തെ കുഴക്കിയത്. ഇവിടെ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം നഗരസഭയിലെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും ഈ വീട്ടുവിലാസത്തിലുള്ളയാൾ സവാദാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. എന്തായാലും കൃത്യമായ നീക്കത്തോടെയാണ് NIA സവാദിനെ പൊക്കിയത്. കണ്ണൂരിൽ വലിയ രീതിയിലുള്ള അന്വേഷണവും തിരച്ചിലും ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി.